ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ വേണ്ടത്ര അവസരങ്ങൾ റയലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലബിനകത്ത് അദ്ദേഹം അസംതൃപ്തനാണ്. റയൽ വിടാനുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹം വീണ്ടും തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. നമുക്കറിയാം, ആഴ്സണൽ അദ്ദേഹത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. റോഡ്രിഗോ വീണ്ടും അസംതൃപ്തനായതോടുകൂടി ആഴ്സണൽ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ആഴ്സണൽ ഈ ബ്രസീലിയൻ താരത്തിന് വേണ്ടി ഒരു വലിയ ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ AS ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 90 മില്യൺ യൂറോയുടെ ഒരു വലിയ ഓഫർ ഇപ്പോൾ റോഡ്രിഗോക്ക് വേണ്ടി റയലിന് നൽകാനുള്ള ഒരുക്കത്തിലാണ് ആഴ്സണൽ ഉള്ളത് എന്നാണ് ഈ സ്പാനിഷ് മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. ഈയൊരു ക്ലബ്ബ് വേൾഡ് കപ്പ് അവസാനിക്കാൻ കാത്തിരിക്കുകയാണ് ആഴ്സണൽ. അതിനുശേഷം റോഡ്രിഗോക്ക് വേണ്ടി ഈയൊരു ഓഫർ അവർ റയലിന് നൽകും എന്നുള്ളതാണ്. റോഡ്രിഗോക്ക് ആഴ്സണലിലേക്ക് വരാൻ വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് പ്രതീക്ഷിക്കുന്നത്. റയലിനെ കൺവിൻസ് ചെയ്യിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ഒരു പ്രീമിയർ ലീഗ് ക്ലബിന് മുന്നിലുള്ളത്. ഏതായാലും 90 മില്യൺ യൂറോയുടെ ഒരു ഓഫർ നൽകുമ്പോൾ റയൽ മാഡ്രിഡ് അത് സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ആഴ്സണൽ പ്രതീക്ഷിക്കുന്നത്. ആഴ്സണൽ റോഡ്രിഗോയെ മാത്രമല്ല, ഒരു മധ്യനിര താരത്തെ കൊണ്ടുവരാനും കൂടി അവർ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്റ്റൽ പാലസിന്റെ താരമായ എസേക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഒരു സ്ട്രൈക്കറെ കൂടി അവർക്ക് വേണം. RB ലീപ്സിഗിന്റെ സെസ്കോ, അതുപോലെ തന്നെ സ്പോർട്ടിങ്ങിന്റെ ഗോക്കേഴ്സ് എന്നിവർക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് റോഡ്രിഗോയെ എത്തിക്കാൻ കൂടി അവർ ശ്രമിക്കുന്നത്. ഏതായാലും റോഡ്രിഗോ ആഴ്സണലിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.